ഒഡീഷയിൽ നിന്ന് കേരളത്തിന്റെ ഭംഗി ആസ്വദിച്ച് ഹണിമൂൺ വന്ന രണ്ട് ദമ്പതികൾ അതിലൊരാൾ മാത്രമാണ് ഇനിയിപ്പോൾ നാട്ടിലേക്ക് മടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാരുമൊത്ത് വന്നതാണ്. രണ്ട് ഡോക്ടർ യുവാക്കൾ അവരുടെ ഭാര്യമാരും കൂടി വയനാട്ടിലൊന്ന് ആസ്വദിക്കാൻ വന്നു. ഞായറാഴ്ച തിരികെ പോകേണ്ടതായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച കൂടി നിന്ന് കുറച്ചുകൂടി സ്ഥലം കാണാമെന്ന് പറഞ്ഞു. എന്നാൽ തിങ്കളാഴ്ച തന്നെയായിരുന്നു ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചത്. ഭർത്താവ് ഭുവനേശ്വർ എയിംസിലെ ഡോക്ടറുമായ വിഷ്ണു പ്രസാദ് ചിന്നാരുൾ മരണപ്പെട്ടു. പരിക്കേറ്റ പ്രിയദർശിനി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വൻ ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കിയപ്പോൾ തന്നെ കണ്ടത് ഇതായിരുന്നു. അപ്പോഴേക്കും താമസിച്ചിരുന്ന വില്ല മണ്ണിനടിയിലായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം മൂടുന്നവരെയാണ് കണ്ടത്. എങ്ങനെയൊക്കെ ഇവർ രണ്ടുപേരും പിടിച്ചു നിന്നു. കഴുത്തറ്റം ഉയർന്ന ചെളി നിന്നപ്പോഴും 200 മീറ്ററോളം ഒഴുകിയ പ്രിയദർശിനിയും ശ്രീകൃതിയും സ്കൂൾ പരിസരത്ത് തന്നെ തങ്ങി നിന്നു. എവിടെയോ പിടിച്ചു നിൽക്കുകയായിരുന്നു എന്ന് പറയാം. അലർച്ച കേട്ട മേപ്പാടിയിലെ പോലീസുകാരൻ ജബലു റഹ്മാനും സുഹൃത്തും ചേർന്ന് അതിസാഹസികമായാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇവർ അടുത്തേക്ക് എത്തുന്ന സമയം അവിടെ സേവ് സേവ് എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു.